ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. കൊറിയൻ ലാലേട്ടൻ ഡോൺലി മാമൻ്റെ സിനിമകളെല്ലാം വേറെ ലെവൽ സാധനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ നമ്മൾ കാണുന്ന മാമൻ്റെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി പൊട്ടിച്ചിരിക്കാനുള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2017 പുറത്തിറങ്ങിയ ദി ബ്രോസ്. ഈ സിനിമ കാണാത്തവരായാലും കണ്ടിട്ടുള്ളവരായാലും ഒന്നുകൂടി കണ്ടോളൂ, നിങ്ങൾക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമയുടെ ഒരു വൺ ലൈൻ ഇതാണ്: നമ്മുടെ ഡോൺലി മാമനും അനിയനും അവരുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ വരുന്നു. അവരുടെ ആചാരപ്രകാരം കൊറിയൻ സംസ്കാര രീതിയിലാണ് അച്ഛൻ്റെ ബോഡി അടക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാരമ്പര്യമായി അവിടുത്തെ കുടുംബങ്ങളിൽ നടന്നു വരുന്ന പ്രഥമ പുത്രൻ എന്ന ഒരു അവകാശിയെ തിരഞ്ഞെടുക്കണം. ഇനി പറയാനൊന്നുമില്ല, കാണാനാണുള്ളത്. സ്നേഹം, കോമഡി, ഇമോഷണൽ എല്ലാം നിറഞ്ഞൊരു കിഡിലൻ സാധനം. അപ്പോൾ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ മുത്തുകളും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ ഒരു വയസ്സായ ആള് പലകയിൽ കുറെ അക്ഷരങ്ങൾ കൊത്തുന്നു. ഇതാണ് നമ്മുടെ ഹീറോസിന്റെ അച്ഛൻ. കുറച്ചു കഴിയുമ്പോൾ പുള്ളി അവിടെ തന്നെ ബോധം പോയി മരിക്കുന്നു. അടുത്ത സീനിൽ ഒരു സ്ഥലത്ത് JCB വെച്ച് മണ്ണ് മാന്തുന്നുണ്ട്. അവിടെ ഹീറോയുടെ ഒരു കസിന് വരും. പുള്ളി പോലീസിലാണ്. പുള്ളി അവിടെ വരുമ്പോൾ തന്നെ വേറൊരു പോലീസ് നീ ഇന്ന് വരുമെന്ന് കരുതിയില്ല, ചടങ്ങ് എന്തായി? അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയം ഈ JCB അവിടെ മണ്ണ് മാന്തി അവിടെ ഒരു കല്ലറയുള്ള കാര്യം ശ്രദ്ധിക്കില്ല. കസിൻ പോലീസ് അത് കണ്ട് എടാടാ നോക്കിച്ചേടാ എന്ന് വിളിച്ചു പോവും. അടുത്ത സീനിൽ കോളേജിൽ ഒരാൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഡോൺലി മാമൻ. മാമന്റെ ഇതിലെ പേര് സെഗ്ബോങ് എന്നാണ്. മാമൻ ഒരു സ്കൂൾ മാഷാണ്. പിള്ളേരോട് പണ്ടത്തെ സ്വർണം കൊണ്ടുപോയ ചരിത്ര കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുവാണ്. എല്ലാം പഠിപ്പിച്ച് പിള്ളേരെ കാണിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. അകപ്പാടെ ക്ലാസ്സിൽ 4-3-7 പിള്ളേരുണ്ട്. അതിലൊരു കുട്ടി മാത്രം ശ്രദ്ധിച്ച് ബാക്കിയുള്ളവർ വേറെ എന്തൊക്കെയോ തിരക്കിലാണ്. വേറൊരു കുട്ടി മാമന്റെ ഒരു ഫോട്ടോ എടുത്ത് മാമന് കണ്ണെഴുതി പൊട്ടുവെച്ച് മാമനൊരു പെണ്ണാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം മാമൻ അവിടെ നിന്ന് എന്റെ ക്ലാസ് നിങ്ങളുടെ മനസ്സിൽ ഉണർവേകി എന്ന് ഞാൻ കരുതുന്നു. അത് സത്യ. മാമൻ ഉണർവേകിയ പിള്ളേരാണ് ആ കിടന്നുറങ്ങുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് മാമൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന കുട്ടി കൈപൊക്കി ഡൗട്ട് ഉണ്ടെന്ന് പറയും. മാമൻ വലിയ കാര്യത്തിൽ ചോദിച്ചോളൂ കുട്ടാ. ആ സമയം മാമന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടെന്ന്. ഇതുകൊണ്ട് മാമൻ ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഡൗട്ട് ചോദിക്കാൻ എണീറ്റ ചെറുക്കനോട് നീ 5ാമത്തെ അധ്യായം മറിച്ച് നോക്കിയാൽ മതി, അപ്പോൾ നിന്റെ ഡൗട്ടൊക്കെ തീരുമെന്ന് പറഞ്ഞു മാമൻ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ മാമന്റെ അനിയനെ കാണിക്കും. അനിയൻ കുറച്ച് സെൽഫിഷ് ആണ്. അവന്റെ കമ്പനിയിൽ പുതിയ ഹൈവേ പണിയുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാവുന്ന കുറെ കാര്യങ്ങൾ തട്ടിവിടും. ഇത് കേട്ട് അവിടെയുള്ള വേറെടുത്ത് എണീറ്റ് അത് അഴിമതിയാണ്, നമ്മൾ ചുറ്റി വളഞ്ഞ് വേണം അവിടെ പോവാൻ, അത് ശരിയല്ലെന്ന് പറയും. മാനേജറിന് കാര്യം മനസ്സിലാവും. പുള്ളി ഇത് കേട്ട് അനിയനോട് നിനക്ക് ഇതിനെതിരായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഇനി അഥവാ ഒന്നും പറയാനില്ലെങ്കിൽ നീ പുറത്താണെന്ന് അയാൾ പറയും. അനിയൻ പ്ലാൻ അടപടലം തേഞ്ഞൊട്ടിയിരിക്കുന്ന ചിന്തയിലാണ്. വേറൊന്നും അവന് പറയാനുണ്ടാവില്ല. അടുത്ത സീനിൽ വീണ്ടും മാമനെ കാണിക്കും. മാമൻ ആരെ വിളിച്ച് സാധനം വന്നിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട് മാമന്റെ കൂട്ടുകാര് നീ വീണ്ടും വല്ല കുഴിയിൽ ചാടാനുള്ള പ്ലാനാണോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ഞാൻ ചെറിയൊരു സാധനം മാത്രമേ വാങ്ങിയുള്ളൂ എന്ന് മാമൻ പറയും. ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പൗഡർ സ്പ്രേ ഒക്കെ അടിച്ച് അതൊക്കെ ഒരു അലമാരയിലാണ് വെച്ചിരിക്കുന്നത്. കൂട്ടുകാരന്മാർ ഇത് കണ്ട് സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ല, എന്നിട്ട് സാധനങ്ങൾ വെക്കുന്നത് ലോക്കറിലും. മാൻമാരിൽ നിധിയുണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്ന് പച്ച ഷർട്ട് ചോദിക്കും. പിന്നെ അവിടെ ഗവേഷകന്മാർ നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് മാമൻ. ചുമന്ന ഷർട്ട് ദേഷ്യത്തിലാണ്. നിനക്ക് എന്തുമാത്രം കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എന്നിട്ടും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിനക്ക് വട്ടാണോ? ഈ സാധനം എന്താന്ന് വെച്ചാൽ നിധിയൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇതൊന്നും നടക്കുകയില്ല, കയ്യിലിരിക്കുന്ന പൈസയും പോവും. മാമന്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് ഈ ചുമന്ന ഷർട്ടുകാരൻ ഇത്ര ദേഷ്യം. അപ്പൊ പച്ച ഷർട്ട് പറയും നീ ഒന്ന് ചുമ്മാ ഇരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന അങ്ങേരായിരിക്കും. ഇത്രയും പണം മുടക്കി ഈ സാധനം വാങ്ങിയിട്ട് വല്ല ഉപയോഗം ഉണ്ടാവുമെന്ന് ചുമന്ന ഷർട്ട് ചോദിക്കും. അത് കൊള്ളാം. പിന്നെ ഇല്ലേ, നിധി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മ്യൂസിയത്തും അത് പ്രദർശനത്തിന് വെക്കും. അതിന്റെ ദാതാവ് ഞാനാണെന്ന് എഴുതി വെക്കും. എന്റെ കുടുംബത്തിന് അത് വലിയ അന്തസ്സാണ്. പിന്നെ പൈസയും ഒരുപാട് കിട്ടും. മാമൻ ഇതൊക്കെ പറഞ്ഞു തീരുന്നതും മ്യാൻമാറിൽ യുദ്ധം നടന്നു TV കാണിക്കും. ചുമന്ന ഷർട്ടിട്ട കൂട്ടുകാരൻ നേരത്തെ ദേഷ്യത്തിലാണ്. ഇതുകൂടി കാണുമ്പോൾ ഇനി വാങ്ങിച്ച സാധനം നിന്റെ അതല്ല, എവിടെ കൊണ്ട് വെക്കും നീ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മുടെ മാമനും ഇപ്പൊ തേഞ്ഞൊട്ടി. മാമൻ ടെൻഷനായി പുറത്തു വന്ന് ഫോണിൽ ആരെ വിളിച്ച് അവിടെ യുദ്ധം വരുന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറയാത്തതെന്ന് ചോദിക്കും. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയാണ് ഈ സാധനം വാങ്ങിയത്. അങ്ങനെ അയാളോടുള്ള സങ്കടം പറയുമ്പോഴാണ് മാമൻ അച്ഛൻ മരിച്ചു എന്ന് കുടുംബത്തിൽ നിന്ന് മെസ്സേജ് വരുന്നത്. ഇതേ സമയം അനിയനും ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അവനാണെങ്കിൽ നേരത്തെ കിറുക്കിലാണ്. അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, അതേ നിൽപ്പ്. അനിയനും ചേട്ടനും എല്ലാം കൊണ്ട് പെട്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇതും സംഭവിച്ചിരിക്കുന്നത്. അടുത്ത സീനിൽ മാമൻ ആരോ വിളിച്ച് GPR വിൽക്കാൻ നോക്കുന്നുണ്ട്. അയാളാണെ പൈസ കുറച്ച് 30 മില്യൺ ആണെ വാങ്ങാന്ന് പറയും. 30 മില്യണൊന്നും തരാൻ പറ്റില്ല, 100 മില്യൺ വാങ്ങിച്ച സാധനമാണ്, ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല. അല്ല വേണ്ട, ഞാനത് വിൽക്കുന്നില്ല, അത് പൊട്ടിപ്പോയി എന്ന് പറയും. മാമൻ അവിടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അമ്മച്ചി നീ എവിടെന്നാ ഗുണ്ടപ്പാ, നിന്നെ ഇതിനു മുന്നേ എവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. അതിന് മാമൻ ഇതെന്റെ ജന്മനാടാണ്, ദയവായി നിങ്ങളൊന്ന് തിരിഞ്ഞിരിക്കാമോ. അപ്പോഴും
അപ്പോഴേക്കും ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടും. അതെന്താന്ന് എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അനിയൻ റോഡിലിരുന്ന് കാറിന്റെ ടയർ മാറ്റുന്നു. ആ ടയർ എടുത്ത് പൊക്കാൻ പോലും അവന് വയ്യ. അതെടുത്ത് വെക്കുന്ന സമയം വണ്ടിയിൽ ചെന്ന് തലയിടിച്ച് അവിടെ തന്നെ വീണിടക്കും. മാമൻ ഇത് കണ്ട് ദൈവമേ ഈ കഴിവില്ലാത്തവനായിരുന്നോ. ഇപ്പൊ രണ്ടുപേരും നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കാറിൽ ഒരുമിച്ചാണ് യാത്ര. അനിയനും ചേട്ടനും ആണേലും രണ്ടും തമ്മിൽ ഒരു ഒത്തൊരുമയില്ല. കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ മാമൻ പറയും, ഇവിടെ വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നീ ഓക്കെ ആണെന്ന് തോന്നുന്നു. അതിന് അനിയൻ, എനിക്കൊന്നും സംസാരിക്കാനില്ല, നീ ഒന്ന് ചുമ്മാ ഇരിക്കാൻ പറയും. മാമൻ അവനെ പോടാ പ്രാന്താന്ന് വിളിക്കും. ഇത് കേട്ട് അനിയൻ, എന്റെ കാറിലിരുന്ന് എന്നെ പ്രാകാതെ മിണ്ടാതിരിടാന്ന് പറയും. മാമൻ ചൂടായി, നിനക്ക് ഭയങ്കര ദേഷ്യമാണല്ലോടാ ചെറുക്ക, സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് എന്നോട് കളിക്കാൻ വരല്ലേ പ്രാന്ത. ആ സമയം മാമന് കടം വാങ്ങിച്ച പൈസ തിരിച്ചടയ്ക്കാൻ ദിവസം അടുക്കുന്നു, ഉടനെ തന്നെ അടയ്ക്കണം എന്നുള്ള മെസ്സേജ് വരും. അനിയൻ കമ്പനിയുടെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ അവന്റെ ജോലി പോകും. രണ്ടുപേരും മുള്ളിന്മേൽ മുള്ളിലാണ് നിൽക്കുന്നത്. നീ പിന്നീട് വീട്ടിൽ വന്നിരുന്നോ എന്ന് അനിയനോട് ചോദിക്കും. ഞാൻ എന്തിനു വരണം, നീ വന്നിട്ടുണ്ടാകും എന്തേലും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ. മാമൻ ദേഷ്യപ്പെട്ട്, നിന്റെ അച്ഛനെ പോലെ നീയും വെറും കച്ചറയാണ്. അനിയൻ ചൂടായി, പോടാ പന്നിത്തല, അച്ഛനെ പോലെ നീയാണ് കച്ചറ. മാമൻ അനിയന്റെ ചെവിയിൽ കയറി പിടിച്ച്, ചേട്ടനോട് ഇങ്ങനെയാണോടാ സംസാരിക്കാൻ പഠിച്ചത്, മര്യാദയ്ക്ക് സംസാരിക്കണം. അനിയൻ തിരിച്ച് മാമന്റെ തലയെ കയറി പിടിച്ച്, തിരിച്ചടിക്കല്ലെന്ന് അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലടാ നാറി. പിന്നെ രണ്ടും കൂടി കൊച്ചു പിള്ളേരെ പോലെ തമ്മിലടിയാണ്. ഈ സമയം കാർ ശ്രദ്ധ തെറ്റി എന്തിലോ പോയി ഇടിക്കും. രണ്ടുപേരും പേടിച്ച് പുറത്തിറങ്ങി നോക്കും. അനിയൻ അവിടെ നിന്ന്, ഹലോ, ഞങ്ങൾ ഇടിച്ചത് മനുഷ്യനാണോ? മനുഷ്യനല്ലേ? എന്നിട്ട് മാമനെ വിളിച്ച് നമുക്ക് പോവാന്ന് പറയും. മാമൻ ഭയങ്കര ടെൻഷനാണ്. അവിടെയൊക്കെ നോക്കാൻ പറയും. അപ്പോൾ ഒരു പക്ഷി വന്ന് അനിയൻ ഇടിച്ച് താഴെ ഇടും. മാമൻ അവിടെയൊക്കെ നോക്കി, നമ്മൾ എന്തിലോ ഇടിച്ചടാ, ഇടിച്ച് സത്യം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അനിയൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയാൻ വീർപ്പ് മുട്ടുന്നു. ഓരോ ആംഗ്യം മാത്രമേ കാണിക്കുള്ളൂ. മാമ ഇത് കണ്ട് പേടിച്ച്, എടാ തന്തയില്ലാത്തവനെ എന്നെ കൂടി പേടിപ്പിക്കാതെ കാര്യം പറയണ പ്രാന്ത. മാമൻ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അനിയൻ വീണ സമയത്ത് പിടിച്ചതൊരു പെണ്ണിന്റെ കാലിലാണ്. ഇത് കണ്ട് രണ്ടും കൂടി പേടിച്ച് നിലവിളിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും കൊണ്ട് അവളെ മൂടി വെക്കാൻ മാമൻ പറയും. എനിക്ക് പറ്റില്ലടാ, എനിക്ക് ഇവിടെ നനങ്ങാൻ പറ്റണില്ല എന്നാവും പറയും. മാമൻ കൺട്രോൾ റൂമിൽ വിളിച്ച്, നമ്മളൊരു പെണ്ണിനെ ഇടിച്ചിട്ടു എന്നാ തോന്നണേ. അനിയൻ എണീറ്റ് ഫോൺ പിടിച്ചു വാങ്ങി, നമ്മൾ ഇടിച്ചതാണോ അതോ നേരത്തെ ഇവിടെ ഇടികൊണ്ട് കിടന്നതാണോ എന്നറിയില്ല. രണ്ടും പേടിച്ച് മണ്ടത്തരങ്ങളാണ് പറയുന്നത്. അവിടെ നിന്ന് പോലീസ് പറയും, അപ്പുറത്തെ പറമ്പിൽ പന്നിക്കൂട്ട് ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി, തൽക്കാലം നിങ്ങൾ അവളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറയും. പോലീസിനെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് കണ്ട് മാമൻ അവളെ തൂക്കിയെടുക്കും. വെയിറ്റ് ഉണ്ടടാ വന്ന് പിടിക്കാൻ അനിയനോട് പറയുമ്പോൾ അവൻ ചെന്ന് കാലിന്റെ അറ്റത്ത് പിടിച്ച്, ഞാൻ പിടിച്ചിട്ടുണ്ടോ, ഇപ്പൊ വെയിറ്റ് പറഞ്ഞോ. എടാ പ്രാന്ത, ഇപ്പുറത്ത് വന്ന് പിടിക്കടാ. രണ്ടും കൂടി ആ പെണ്ണിനെയും കൊണ്ട് അവിടെ തന്നെ മറിഞ്ഞു വീഴും. പിന്നെയും എടുത്ത് കാറിൽ കയറ്റുന്ന സമയം അനിയൻ ഡോറ് തുറക്കുന്നത് അവളുടെ തലയിലിടിക്കും. അയ്യോ ക്ഷമിക്കണം, അറിയാതെ. അവസാനം എങ്ങനെയൊക്കെ കാറിൽ കയറ്റി ഡോർ അടയ്ക്കുന്നത് വീണ്ടും തലയിലിടിക്കും. പിന്നെയും അറിയാതെ പറ്റിയതാ, ക്ഷമിക്കണം. എല്ലാം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് പോകുന്ന വഴിയിൽ അവൾക്ക് ബോധം വീഴും. നമ്മുടെ ആൾക്കാർ വണ്ടി നിർത്തി, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ്, അയ്യോ എന്റെ തല എന്ന് പറയും. ഇത് കേട്ട് മാമൻ, എന്താ നിന്റെ വലയോ? എടാ പൊട്ട തല എന്ന് അനിയൻ പറയും. തല വേദനിക്കുന്നു എന്ന് ആ പെണ്ണ് പറയുമ്പോ അതിന് മാമൻ, എന്താ മുടി പിന്നിടണമെന്നോ? എടാ പൊട്ട വേദനിക്കുന്നു എന്ന് അവള് പറയുന്നേ. പെട്ടെന്നൊന്ന് വണ്ടി വിടണേന്ന് അവള് പറയും. എന്തിടാനാന്ന് മാമൻ. എടാ കിഴങ്ങാ, പെട്ടെന്ന് വണ്ടി വിടാൻ അവള് പറയുന്നേ. ഓ ആണോ, എന്നാ പൊക്കോ. പോകുന്ന വഴിയിൽ അനിയൻ പറയും, പെങ്ങളെ ഒരുപാട് നന്ദിയുണ്ട് ജീവിച്ചിരിക്കുന്നതിൽ. കുറെ അങ്ങ് പോയി കഴിയുമ്പോ ഈ പെണ്ണിന് നല്ലപോലെ ബോധം വീഴും. കുട്ടന്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണ് എന്നൊക്കെ നമ്മുടെ ആൾക്കാർ ചോദിക്കും. അതിനവൾ സിയോൾ എന്ന് പറയും. നമ്മുടെ ജന്മനാട് ഇതാണെന്ന് ഇവരും പറയും. വേറൊന്നും പെണ്ണിന് ഓർമ്മയില്ല. അവൾ പറയും, നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി ഇവിടെയൊക്കെ ചുറ്റിക്കാണിക്കുക, അപ്പോൾ എനിക്ക് ചിലപ്പോൾ എല്ലാം ഓർക്കാൻ കഴിയുന്നു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രാന്ത് പോലെ ഒറ്റയ്ക്കിരുന്ന് ഈ പെണ്ണ് സംസാരിക്കും. മാമൻ ടെൻഷനായി, കഷ്ടകാലത്തിനാണ് നീ അവളെ പോയി വണ്ടി ഇടിച്ചത്, അവൾക്ക് പ്രാന്താണ്. അപ്പോൾ എല്ലാം സഹിച്ച് നമ്മൾ ആൾക്കാർ യാത്ര ചെയ്യും. അടുത്തൊരു സ്ഥലത്തെത്തുമ്പോൾ ഈ പെണ്ണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. മാമൻ അവളെ വിളിച്ച് കാർഡ് കൊടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടും. അങ്ങനെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അവരുടെ കുടുംബ വീട്ടിലെത്തും. അനിയൻ മാമനോട്, വിലാസഭ വസ്ത്രം നീ ധരിച്ചാൽ മതി, നിനക്കാവുമ്പോൾ അത് പാകാവും. പോടാ പ്രാന്ത, നീയാണ് പ്രഥമപുത്രൻ, നീ തന്നെ എല്ലാം ചെയ്താൽ മതി എന്ന് മാമൻ. അത് കഴിഞ്ഞ് മാമൻ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കും. അമ്മ മരിച്ച സമയം രണ്ടു മക്കളും വരാത്തത് കൊണ്ട് മാമന്റെ ചെകിട്ടത്തൊരെണ്ണം കൊടുക്കും അച്ഛൻ. ഞാൻ മരിച്ചാൽ പോലും നീ ഇവിടെ വരല്ലെന്ന് അച്ഛൻ പറയും. നിങ്ങൾ കാരണമാണ് അമ്മ മരിച്ചത്. നിങ്ങൾ അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നത്. ഒരു തവണ പോലും അമ്മയെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. നിങ്ങൾക്ക് പണമായിരുന്നല്ലോ മുഖ്യം, നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ച് അച്ഛനെ മണ്ണ് വാരി എറിയും. അങ്ങനെ കുടുംബക്കാരും മക്കളും തമ്മിൽ അവിടെ അടിയാവും. കുടുംബത്തിലെ പോലീസുകാരൻ മാമനെ ഇലക്ട്രിക് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. അതെല്ലാം ഓർത്തു കഴിഞ്ഞ് നിൽക്കുമ്പോൾ കുടുംബത്തിലെ കാരണവർ വരും. ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകും. ശവസംസ്കാര ചടങ്ങിന്റെ 1-ാം ദിനം ആ കസിൻ പോലീസ് വന്ന് നാമം ചൊല്ലുമ്പോൾ, എന്റെ കൺമുന്നിൽ നിന്ന് നീ പോകുന്നതാണ് നിനക്ക് നല്ലത്, നിന്നെ കാണുമ്പോൾ തന്നെ എന്റെ ശരീരത്തിലൂടെ ഒരു ഷോക്ക് പാസ്സാവും. പുള്ളി പേടിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ഹീറോസിന്റെ അടുത്ത് വിലാസഭ വസ്ത്രം കൊണ്ടുവന്ന് ഇത് ധരിക്കുന്നതിലൂടെ ഒരാൾക്ക് തന്റെ അച്ഛനോടുള്ള ആദരവ് കലർന്ന സ്നേഹത്തെ പ്രകടമാക്കുന്നതെന്ന് പറയും. അനിയനും ചേട്ടനും വസ്ത്രം എടുത്ത് വലിച്ചെറിയും. ഇത് കണ്ട അപ്പുപ്പൻ, എടാ തെമ്മാടികളെ, നീയൊക്കെ എന്താ കാണിച്ചത്? ഇന്നത്തെ കാലത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് കാരണവര് നമ്മുടെ കുടുംബം എങ്ങനെയുള്ളതാണ് നിങ്ങൾക്കറിയാലോ. നമ്മുടെ ആചാരം ഇതാണ്. നിങ്ങളുടെ ഭാഗം ചെയ്തിട്ട് ഇവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോവാം. അപ്പൂപ്പൻ അവരോട്,
കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞു കുടിക്കാതെ എല്ലാം ചെയ്യാൻ പറയും. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മാമൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ഓ എന്താണ് പറഞ്ഞോ, ഇവിടെ ഒന്നുമില്ല, ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് എണീറ്റ് അവിടെ നിന്ന് പോകും. കാരണം അവർക്ക് മാമനെ കൊല്ലാനുള്ള കലിയുണ്ട്. അടുത്ത സീനിൽ ഹീറോസിന്റെ കസിൻ ഒരു പെൺകുട്ടി യൂട്യൂബിൽ നോക്കി എന്തൊക്കെയോ ഉണ്ടാക്കി അടുക്കളയിൽ വന്ന് അമ്മായിമാർക്ക് കൊടുക്കും. നെറ്റിൽ കണ്ട് വല്ലതും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊല്ലാൻ നോക്കുവാണോടി എന്ന് അമ്മായി പറയും. പാവം അത് കേട്ട് അവള് തന്നെ അതെല്ലാം കഴിക്കും. എന്നിട്ട് അമ്മായിമാർ രണ്ടുപേരും ഹീറോയുടെ അമ്മ മരിച്ച കാര്യം സംസാരിക്കുമ്പോൾ ഈ പെണ്ണ് വീണ്ടും വന്ന് ബ്ലെൻഡർ എവിടെയെന്ന് ചോദിക്കും. അമ്മായി ദേഷ്യപ്പെട്ട് നിനക്ക് കണ്ണ് തുറന്ന് നോക്കിക്കൂടെ, അത് വെച്ചിടത്ത് തന്നെ കാണും. പാവം പെണ്ണ് പേടിച്ച് അത് എടുക്കാതെ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ കസിൻ പോലീസ് മാമന് തടിയിൽ എഴുത്തുള്ള ഒരു ബോർഡ് കാണിച്ച് എല്ലാ എക്സിബിഷനും ഇത് കാഴ്ചവെച്ചിരുന്നു. ഫ്രാൻസിൽ വരെ ഇത് എത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാസൃഷ്ടിയാണിത്. ഇതിനെത്ര വില വരുമെന്ന് മാമൻ ചോദിക്കും. അതറിയില്ലെന്ന് അവൻ പറയും. ഇവിടെ വിലപിടിപ്പുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് അവൻ പറയും. അപ്പൊ മാമ അവിടെ ഒരു മുറി കാണും. പുരാതന സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു മുറിയാണത്. പക്ഷെ അത് ലോക്കാണ്. ഇത് പറഞ്ഞു തീരുമ്പോൾ കസിൻ പോലീസിന്റെ ജാക്കറ്റിനുള്ളിൽ വിലങ്ങ് കാണും. ഇത് കണ്ട് മാമൻ എന്റെ അച്ഛന്റെ ശവസംസ്കാര ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാണോ നീ ഇതുമായിട്ട് നടക്കുന്നത്? അതിന് കസിൻ പോലീസ് അങ്ങനെ ഒന്നുമില്ല, ഇത് നല്ല ഭാരമുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പോക്കറ്റ് വെച്ചിരിക്കുന്നത്. മാമനോടനെ സെൻഡ് ആവോ, എന്നോട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കുഞ്ഞിൽ എത്ര ഐസ്ക്രീം ആണ് നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നത്, എനിക്കിതിപ്പോ ഒരുപാട് സങ്കടമായി. അങ്ങനെ അടുത്ത സീനിൽ പോലീസിന് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് ആ റൂമിനകത്തേക്ക് കയറും. മാമൻ ഓരോ സാധനങ്ങൾ എടുത്ത് ഇതെത്ര വില വരും, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിക്കും. ഒരു പഴയ നാണയം എടുത്ത് മാമൻ സന്തോഷത്തോടെ ഇത് ഒരുപാട് മൂല്യമുള്ളതാണല്ലോ, ഇത്ര വിലയുള്ള സാധനമാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്, പോടാ പൊട്ട അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ സാധനം പഠനത്തിന് അയച്ചിരിക്കുവാണ്. മാമൻ അത് അവിടെ തന്നെ ഇടും. വിലവെടുപ്പുള്ള ഒന്നുമില്ല ഇവിടെ, പിന്നെ എല്ലാം വിലയുള്ളതാണെന്ന് പോലീസ്. ഒരു പലകയിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. മാമൻ ഇത് കണ്ട് ഇതെന്താടാ അലക്കുകല്ലോ, നമ്മൾ പിൻഗാമികൾക്ക് വേണ്ടി പൂർവികന്മാർ ഓരോ അക്ഷരങ്ങളായി കൊത്തി വെച്ചിട്ടുള്ളതാണെന്ന് പോലീസ് പറയും. അതിന് മാമൻ മണ്ടന്മാരാണ് ഇവരൊക്കെ, അതെവിടെയെങ്കിലും എഴുതി വെച്ചാൽ പോരായിരുന്നോ? അത് ശരിയാ, ഞാൻ മാമനോട് 100% യോജിക്കുന്നു. അങ്ങോട്ടേക്ക് അപ്പൂപ്പൻ വന്ന് അതിന്റെ ചരിത്രം പറയും. മാമൻ പോലീസിനോട് ഇതെത്ര വില വരുവാടാ? അപ്പൂപ്പ ഇത് കേട്ട് നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയാണ് ഈ ലോകത്ത് നീ മാത്രമേ കാണുള്ളൂ, ബഹുമാനമില്ലാത്ത നാറി. മാമനെ കുറെ തെറി പറഞ്ഞ് പോകാൻ നേരം പോലീസ് ഐസ്ക്രീം നക്കിക്കൊണ്ടിരിക്കുന്ന കാണും. ഇതൊന്നും ഇതിനകത്ത് വെച്ച് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനെയും വഴക്ക് പറഞ്ഞ് അപ്പൂപ്പ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ മാമൻ അനിയനോട് ഈ പലകയെ പറ്റി സംസാരിക്കും. എന്തായാലും എനിക്ക് പകുതി ഷെയർ വേണമെന്ന് അനിയൻ. നിനക്ക് നാണയില്ലടാ കുടുംബ സ്വത്തിന് അടിവെക്കാൻ? നീ എന്റെ പണം എടുത്തിട്ടല്ലേ വിദേശത്ത് പോയത്, എന്റെ കല്യാണ ഫണ്ട് എടുത്ത് മുങ്ങിയപ്പോ എനിക്ക് കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഇതെല്ലാം കേട്ട് മാമൻ എന്ത് ഞാനോ എന്ത് ചെയ്തു എന്നാ ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കും. നിനക്കൊന്നും ഓർമ്മയില്ല അല്ലടാ നാറി എന്ന് പറഞ്ഞ് ദേഷ്യം കൊണ്ട് അനിയൻ തലയണയിലൊക്കെ ഇടിക്കും. പണത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടായെങ്കിൽ അത് നന്നായിടാ കുട്ടാന്ന് മാമൻ. ഈ സമയം മാമന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് ആ വണ്ടി ഇടിച്ച പെണ്ണാണ്. മാമൻ അവളോട് നിനക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ പെണ്ണ് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും. അനിയൻ ഫോൺ വാങ്ങിച്ച് ആശുപത്രിയിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇത് നമ്മുടെ വണ്ടി ഇടിച്ചോണ്ടാണ് പറ്റിയെന്ന് അറിയില്ലല്ലോ, നിങ്ങളാണ് ഉത്തരവാദികളെന്ന് ആ പെണ്ണ് കാറിക്കൂകും. അപ്പൊ അവിടെ ഭയങ്കരമായി കാറ്റ് വീശും. അപ്പൊ തന്നെ കറണ്ട് പോകും. അനിയൻ ഉടനെ തന്നെ പുതപ്പെടുത്ത് തലയിലൂടെ മൂടി പോയി നോക്കടാ പോടാ പോടാ. പുറത്ത് നോക്കുമ്പോൾ ഒരാൾ മുഖം കാണിക്കാതെ അവിടെ നിൽപ്പുണ്ട്. കാരണം അവരൊന്ന് ആരാ എന്താന്ന് ചോദിക്കുമ്പോൾ കുടുംബക്കാരെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ തോറ്റുപോയി, എല്ലാം പെട്ടെന്ന് വേണം, ഇവിടെ ഇപ്പോൾ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ നിന്നേ പറ്റൂ, 3 നേരത്തെ ആഹാരം തന്നെ മതി അയാൾ പറയും. അടുത്ത സീനിൽ കസിൻ പോലീസിനെയും ആ കസിൻ പെൺകുട്ടിയെയും കാണിക്കും. ഈ കസിൻ പോലീസിന്റെ ഭാര്യയാണ് ഈ പെണ്ണ്. അവള് പോലീസിനോട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം, നിങ്ങളുടെ ആൾക്കാർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നമാണ്. അതിന് പോലീസ് വേറൊന്നും പറയാതെ പൊന്നെ എന്ന് മാത്രം വിളിക്കും. എന്നാ ഇപ്പൊ പുറത്തു പോയി നമുക്ക് വെള്ളം അടിച്ചാലോ? അതിലും പോലീസ് പൊന്നെ എന്നൊരു വിളി മാത്രം. അപ്പ പെണ്ണ് ചൂടായി നിന്നെ ചവിട്ടി കൂട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ. അപ്പൊ പോലീസ് വീണ്ടും പൊന്നെ എന്ന് വിളിച്ച് ഒരു സിഗരറ്റ് അവൾക്ക് വെച്ചു കൊടുക്കും. പിന്നെ പെണ്ണ് ഓക്കെ ആവും. ഇത് മാമൻ കണ്ടുകൊണ്ട് വരും. എന്നിട്ട് അവിടെ തന്നെ ഒളിച്ചു നിൽക്കും. പോലീസിന്റെ കയ്യിലെ താക്കോല് കണ്ട് ഇത് അവർക്ക് കൊടുക്കണ്ടേന്ന് അവൾ ചോദിക്കും. അവരിൽ ഒരാൾ യഥാർത്ഥ പ്രഥമ പുത്രനായാൽ മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്ന് അയാൾ പറയും. പക്ഷെ അവരെ ആരും വിശ്വസിക്കില്ല. ശരിയാ, സ്വന്തം അമ്മ മരിച്ചിട്ട് എങ്ങനെ വരാതിരിക്കാൻ കഴിഞ്ഞു അവർക്ക്? പോലീസ് അനിയനും ചേട്ടനെയും കുറ്റപ്പെടുത്തും. ഇത് കണ്ട് പെണ്ണ് ചോദിക്കും, നിനക്ക് പ്രഥമ പുത്രനാവണ്ടല്ലോ അല്ലേ? ഏയ് എനിക്കാവണ്ട, നിങ്ങളുടെ പോക്ക് അത് ലക്ഷ്യം വെച്ചാണല്ലോ. ഇല്ല ഞാനൊരു ശുദ്ധ ഹൃദയനാണ് മോള്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോലീസിന്റെ കയ്യിൽ ഏതോ ഒരു ബാറിന്റെ ചെയിൻ കാണും. പെണ്ണ് ടെൻഷനായി ഞാനിവിടെ അടുക്കളയിൽ പെടാപ്പാടുപെടുമ്പോ നിങ്ങൾ ബാറിൽ പോയി പാട്ട് പാടുന്നോ? പിന്നെ രണ്ടും കൂടി അടി തുടങ്ങും. മാമൻ പുറത്തേക്ക് വന്ന് ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, ഇവൻ ഇത് ഇവിടെ നിന്ന് വന്നാണെന്ന് നോക്കി രണ്ടും നിൽക്കും. മാമൻ പുറത്തേക്ക് നടന്നു പോകുമ്പോ കാറിടിച്ച പെണ്ണ് അവിടെ കൊടയും പിടിച്ചിരിക്കുന്നതാണ്. നീ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുമ്പോ നല്ല മഞ്ഞ് വീഴുന്നു. മാമൻ നോക്കുമ്പോ അവിടെ മഞ്ഞുമില്ല മഴയുമില്ല. ഇപ്പൊ പെയ്യുമെന്ന് അവള് വീണ്ടും പറയും. പിന്നീട് നഷ്ടപരിഹാരത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ മാമന്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ, ഒന്നും വേണ്ടാന്ന് അവളും പറയും. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവൾ കരയും. അപ്പൊ മാമ അവളുടെ പേര് വിളിക്കും. അതെ റോറ, എന്റെ പേര് റോറയാണോന്ന് അവള് ചോദിക്കും. നിന്റെ കാർഡിൽ അങ്ങനെയാണ് കണ്ടത് മാവൻ പറയും. അങ്ങനെ അവളുടെ പേര് അവള് തന്നെ അറിഞ്ഞ സന്തോഷത്തിൽ നമുക്ക് നല്ല തണുപ്പുള്ള ഇടത്ത് കാറ്റുകൊള്ളാൻ പോയാലോ? എന്തൊരു ചൂടാണ്. ഇത് കേട്ട് മാമൻ
ചൂടോ? ഇപ്പൊ -10 ആണ് തണുപ്പ്. അടുത്ത സീനിൽ മാമൻ പെണ്ണിനെ ഊഞ്ഞാലാട്ടി കളിപ്പിക്കുന്നു. റോറ മാമന്റെ ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞ് ഊഞ്ഞാല് വേഗത്തിൽ ആട്ടാൻ പറയും. മാമൻ പിന്നെ റോറയെ പറപ്പിക്കും. ആദ്യ സീനിൽ മാമൻ പിള്ളേരെ പഠിപ്പിച്ച സ്വർണ്ണ പ്രതിമയുടെ ചരിത്രം, ആ പ്രതിമ ഇവിടെ ഉണ്ടെന്ന് റോറ പറയും. അത് ഇവിടെ ഇല്ല, ആഞ്ചുവിലാണെന്ന് മാമൻ പറയും. അല്ല, അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണ് എന്തൊക്കെയോ കാര്യങ്ങൾ വരച്ചു കുറിച്ച് കാണിക്കും. അതെല്ലാം മനസ്സിലാക്കി മാമൻ ഉറങ്ങാൻ വന്ന് കിടക്കുമ്പോൾ അനിയൻ പുതച്ചിരുന്ന പുതപ്പ് വലിച്ച് മാമൻ പുതയ്ക്കും. എന്നിട്ട് ഫോണിൽ ആർക്കോ സാധനങ്ങളൊക്കെ കൊണ്ട് നാളെ വരണമെന്ന് മെസ്സേജ് അയക്കും. അനിയൻ ചേട്ടനോട് ഒന്ന് എണീറ്റ് പോടാന്ന് പറഞ്ഞ് പുതപ്പ് വീണ്ടും വലിച്ചെടുത്ത് അവൻ പുതയ്ക്കും. എന്നിട്ട് അവൻ മാനേജർക്ക് മെസ്സേജ് അയക്കും, എനിക്ക് ഒരു അവസരം കൂടി തരണം, ഞാൻ എല്ലാം ശരിയാക്കാം. അയാൾ അത് സീൻ പോലും ചെയ്യില്ല. ഉറങ്ങി കുറച്ചു കഴിയുമ്പോൾ അനിയൻ പറയും, ആ കാലെടുത്ത് മാറ്റടാ, ഉറങ്ങുന്ന ആളുടെ മുഖത്താണോ കാലെടുത്ത് വെക്കുന്നത്? മാമന്റെ കാലല്ല, കൈയാണ് എടുത്ത് അവന്റെ തലയിൽ വെച്ചേക്കുന്നത്. അടുത്ത ദിവസമായി ചടങ്ങിന്റെ 2ാം ദിനം. അനിയൻ പുറത്തു പോയിട്ട് വരുമ്പോ മാമൻ വടിയും കുത്തി വിലാസവ വസ്ത്രം ഇട്ട് നിൽക്കും. നീ എന്താ വെള്ളക്കരടിയാണോ? ഇത് നീ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ട് തന്നെയാണോ? അതേന്ന് മാമൻ പറയും. എന്നെ കൊന്നാലും ഞാനിത് ഇടില്ലെന്ന് അനിയൻ. ആ സമയം അവന്റെ കമ്പനിയിലുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരും. അപ്പൂപ്പ അവളെ കണ്ട് ആരാന്ന് ചോദിക്കുമ്പോ ആ ലേഡി അനിയൻ കാണും. അങ്ങനെ ആരാ എന്താന്നൊക്കെ ഉള്ളത് അവൻ വന്ന് പറയും. അടുത്ത സീനിൽ ലേഡി ലിപ്സ്റ്റിക് ഇടുന്ന സമയം അങ്ങോട്ടേക്ക് കസിൻ പെണ്ണ് വരും. അവള് വന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നിന്റെ കയ്യിലെ ബാഗ് ഒന്ന് നോക്കാൻ തരുമോ എന്ന് ചോദിക്കും. ലേഡി ആ ബാഗ് അവൾക്ക് കൊടുക്കും. അത് അവൾ വാങ്ങിച്ചുടനെ തന്നെ കൈ തൂക്കും. അവൾക്ക് ഭയങ്കര സന്തോഷാവും. നിന്റെ കുടുംബം ഏത് വംശം, ഏത് പരമ്പര എന്ന് കസിൻ ചോദിക്കും. അതറിയില്ല എന്ന് അവൾ പറയും. ഏയ് അങ്ങനല്ല, നീ അറിഞ്ഞേ പറ്റൂന്ന്. സംഭവം കുടുംബക്കാരെല്ലാരും കരുതിയിരിക്കുന്നത് ഇത് അനിയന്റെ കാമുകിയാണെന്നാണ്. അടുത്ത സീനിൽ അവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ലേഡിയോട് കാരണം ഒരു കുടുംബത്തെ പറ്റി, വംശത്തെ പറ്റിയും ജോലി, മതം, കാര്യങ്ങളെല്ലാം ചോദിക്കും. ഈ ചോദിക്കുന്നതിനൊക്കെ ലേഡി കറക്റ്റ് ആൻസർ പറയും. ഒന്നും അറിയാത്ത ഇവളെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ആൻസർ പറയുന്നതെന്ന് അനിയൻ ചിന്തിക്കുമ്പോൾ കസിൻ പെണ്ണ് പുറത്തു നിന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കും. അതനുസരിച്ചാണ് ലേഡി ഓരോന്ന് പറയുന്നത്. ഈ കസിൻ പെണ്ണ് പുറത്തു നിന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് മാമൻ കാണും. മാമന്റെ വേഷമാണ് പൊളി. നിൽക്കുന്ന നോക്കിക്കേ. ഇവിടെ അകത്ത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് ഇവരുടെ കല്യാണം ഉറപ്പിക്കാനാണെന്ന് അനിയന് മനസ്സിലാവും. അനിയൻ ടെൻഷനായി, ഇതെന്റെ കാമുകിയൊന്നുമല്ല, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സൂപ്പർവൈസറാണ്, അതുമല്ല എന്നെക്കാൾ ഒരുപാട് പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ എണീപ്പിക്കാൻ നോക്കും. അവൾക്ക് എണീക്കാൻ പറ്റില്ല, അവളെ 2 കാലും മരവിച്ചിരിക്കുന്നു. അടുത്ത സീനിൽ മാമൻ പുരാവസ്തുക്കൾ വെച്ചിരിക്കുന്ന റൂമിൽ വന്ന് നിധിയെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് തപ്പും. അങ്ങനെ അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടും. അതും കടിച്ചു പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ കാരണം ഒരു മാമനെ പിടിക്കും. പിന്നെ മാമനെ വടി വെച്ച് അടിയോട് അടിയ. അടി കൊള്ളുന്നതിന്റെ ഇടയ്ക്ക് മാമൻ പറയുന്നുണ്ട്, ആ നിധി കൊണ്ട് എന്റെ കടങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുവാണ് ഞാൻ, ഇനി മോഷ്ടിക്കാൻ ഈ പരിസരത്തേക്ക് വന്നേക്കലെന്ന് കാരണം ഒരു പറയും. ഇവിടെ അനിയനെ കമ്പനിയിൽ നിന്ന് മാനേജർ വിളിക്കും. ലേഡി മാനേജറിനോട് അനിയന്റെ സ്ഥലം ആന്റോങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ആ സ്ഥലത്തുള്ളതാണെന്ന് എന്താ എന്റെ അടുത്ത് പറയാത്തെ? ഇനിയിപ്പോ എന്തായാലും കാര്യങ്ങൾ എളുപ്പമായില്ലേ, ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരുടെയും സമ്മതപത്രവും വാങ്ങിക്കൊണ്ട് നീ വരാൻ മാനേജർ പറയും. അത് കഴിഞ്ഞാൽ നിന്റെ കടബാധ്യത ഞാൻ മറന്നേക്കാം, നിന്നെ ജർമ്മൻ ശാഖയുടെ പ്രസിഡന്റും ആക്കാം. അനിയൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് ചാടി തുള്ളുന്നുണ്ട്. ലേഡിയോട് വന്ന് അവൻ നന്ദി പറയും. സംഭവം ഇവർ ഇഷ്ടത്തിലാണ്, കുടുംബത്തിന്റെ മുന്നിൽ നാണം കെടാതിരിക്കാൻ അല്ലെന്ന് പറഞ്ഞു. ലേഡി അനിയനോട് നമ്മൾ രണ്ടുപേരും 2 രീതിയിലാണ്, എന്തായാലും എന്റെ ഇവിടത്തെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അപ്പൊ അവിടെ റോറ ഇരിക്കുന്നത് അനിയൻ കാണും. അവളുടെ അടുത്തേക്ക് വന്ന് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അനിയൻ ചോദിക്കും. അവനെയും കൊണ്ട് വീണ്ടും ഊഞ്ഞാലടിക്കാൻ പോകും. അവളുടെ വട്ട് കണ്ട് അനിയന് മനസ്സിലാവും ഇത് കാർ അപകടത്തിൽ പറ്റിയൊന്നുമില്ല, ഇവക്ക് പണ്ടേ മുഴുവട്ടാണെന്ന്. അത് കഴിഞ്ഞ് അവൾ അനിയനോട് ഏതോ ഒരു പാർക്കിൽ പോവാം, അത് കണ്ടു കഴിഞ്ഞാൽ അവൾക്കെല്ലാം ഓർമ്മ വരുമെന്ന് പറയും. പോകുന്ന വഴിയിൽ ഒരു വീട് കണ്ട് അവൾ വണ്ടി നിർത്തിക്കും. അനിയൻ സന്തോഷിച്ച് ഇതാണോ നിന്റെ വീട്? എന്റെ വീട് ഇതല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള വീടല്ലേ, കൊള്ളാം, എന്റെ മനസ്സിലുള്ളത് പോലെ തന്നെ, നീ എന്താ ബ്രോക്കർ പണി തുടങ്ങുവാണോ എന്ന് ചോദിച്ച് വണ്ടി എടുത്തോണ്ട് അനിയൻ പോകും. പോകുന്ന വഴിയിൽ കമ്പനിയിൽ വിളിച്ച് ഡോക്യുമെന്റ്സ് എല്ലാം മെയിൽ ചെയ്യാൻ അനിയൻ പറയും. ആ സമയം റോറ അവിടെ ഇരുന്ന് മൂളുന്നുണ്ട്. ഇത് കേട്ട അനിയൻ നീ എന്താ പാടുന്നതാണോ കരയുന്നതാണോ? നീ ഹൈവേ പണിയാൻ പോവാണോ? നിനക്ക് മൺവെട്ടി വെച്ച് വെട്ടാൻ അറിയാവോ? നിനക്ക് ശരിക്കും വട്ടാണോ എന്ന് അനിയൻ. ഈ സ്വഭാവം വെച്ച് ചെന്നാൽ നിനക്ക് ആരും ഒപ്പിട്ട് തരാൻ പോകുന്നില്ല. അവിടെ ഉള്ളവർക്ക് സ്വഭാവം, പെരുമാറ്റം ഒക്കെ പ്രധാന കാര്യമാണ്, എന്നാലും അവരൊക്കെ പാവമാണ്. അതെന്താന്ന് അനിയൻ ചോദിക്കുമ്പോൾ അതൊരു രഹസ്യമാണെന്ന് പറഞ്ഞ് അവന്റെ ചെവിയിൽ എന്തോ പറയും. അതെന്താന്ന് നമുക്ക് ഇപ്പം അറിയില്ല. അടുത്ത സീനിൽ മാമന്റെ അടുത്ത് കാരണവർ ഒരാളെ കൊണ്ടുവന്ന് ഇദ്ദേഹം നോം കുടുംബത്തിലെ പ്രഥമ പുത്രനാണ്, അങ്ങനെ അയാളെ പരിചയപ്പെടുത്തും. നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് മാമനോട് അയാൾ പറയും. അവൻ സിയോളിലാണ്, ഭയങ്കര തിരക്കുള്ള മാഷ, അവൻ എപ്പോഴും ക്ലാസ് റൂമിൽ തന്നെ ആയിരിക്കും എന്ന് കാരണവർ പറയും. നിന്റെ അമ്മ മരിച്ചപ്പോൾ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ, ആരോ നിന്നെ തട്ടിക്കൊണ്ടു പോയി എന്നൊക്കെ ഇവിടെ പറഞ്ഞു. സംഭവം മാമന്റെ അമ്മ മരിക്കുന്ന സമയത്ത് മാമൻ വരാത്തത് കൊണ്ട് മാമൻ ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതാണ് കാരണവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതെ, എന്നെ അവർ ബന്ദിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ദേശീയ രഹസ്യങ്ങൾ ചോർത്താനായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നെ കൊന്നാലും ഞാൻ ഒന്നും പറയില്ല എന്നുള്ള വാശിയിൽ പീഡനങ്ങൾക്കിടയിലും ഞാൻ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. എന്നിട്ട് കൈവിരൽ മടക്കി കാണിച്ച് കണ്ടില്ലേ എന്റെ വിരൽ ഇങ്ങനെ ആയി പോയത് അന്നാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അയാൾ ഇതൊക്കെ കേട്ട് ഞെട്ടി, എനിക്കറിയാം നിന്റെ കുടുംബത്തിലെ പരിശുദ്ധ രക്തമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, നീ ഒരു വീരൻ തന്നെ. ആ സമയം
അനിയൻ കുറെ ആളുകളും സാധനങ്ങളുമായി കയറി വരും. മാമൻ ഇത് കണ്ട് അവരോട് അങ്ങോട്ടേക്ക് പോ, അവിടെ കൊണ്ടുവെക്ക്. ഇതെന്താടാന്ന് അനിയൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവരെ കാണുന്നത് അത് മാമന്റെ കൂട്ടുകാരാണ്, പച്ച ഷർട്ടും ചുവന്ന ഷർട്ടും. അവരെ ഇപ്പോൾ നിധി അന്വേഷിക്കാൻ കൊണ്ടുവന്നതാണ്. അടുത്ത സീനിൽ മാമൻ കടം മേടിച്ച് വാങ്ങിച്ച മെഷീൻ എടുത്ത് സെറ്റ് ചെയ്യും. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്ന കാർഡ് എടുത്ത് മാമൻ തകർപ്പൻ റിസർച്ചിലാണ്. കണ്ണാടി കൂട്ടുകാരൻ ഇത് കണ്ട് അത് മുഴുവൻ ഇംഗ്ലീഷ് ആണല്ലോ, നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? പോടാ അതിലെ പടം കണ്ടില്ലേ, ഞാൻ അതാ നോക്കിയത്. കണ്ട എല്ലാ പേജിലും പടമുണ്ട്. നമ്മളും മാമനൊക്കെ ഒരേ വേവ് ലെങ്ത് ആണ്. അനിയൻ അവിടെ കുടുംബക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ പഴയ ചരിത്രമൊക്കെ പഠിക്കുവാണ്. കുറെ എന്തൊക്കെ വായിക്കും, പക്ഷെ ഒന്നും അവന് മനസ്സിലാവില്ല. ഈ നാറുകൾക്ക് എന്നെയും കൂടെ ഒന്നും അത് പഠിപ്പിച്ചുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മാമനും അനിയനും കുഞ്ഞായിരുന്നപ്പോ ഇവരുടെ അച്ഛൻ ചേട്ടനെയാണ് പ്രഥമ പുത്രനാക്കാൻ എല്ലാം പഠിപ്പിച്ചത്. അനിയനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. വീണ്ടും പ്രസന്റ് കാണിക്കും. അവിടേക്ക് പോലീസ് കസിൻ വരും. പിന്നെ അവനെ കൊണ്ട് കുറെ പഴയ കാര്യങ്ങൾ പറയിപ്പിക്കും. എന്നാലും ഒന്നും തലയിൽ കയറില്ല അവന്. മാമനും കൂട്ടുകാരും മെഷീൻ സെറ്റ് ചെയ്ത് പണി തുടങ്ങാനുള്ള പ്ലാനാണ്. കണ്ണാടിയാണ് മെഷീൻ ഉപയോഗിക്കാൻ പോകുന്നത്. അവൻ മെഷീൻ പിടിച്ചിരിക്കുന്നത് തന്നെ തലകീഴായിട്ടാണ്. മാമൻ കണ്ണാടിക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കും. ഈ സമയം അമ്മായി ഇവരെ കണ്ട് എന്താ അവിടെ ചെയ്യുന്നത്, ഇതൊക്കെ ആരാന്ന് ചോദിക്കും. അതിന് മാമൻ പറയുന്നത് ഇവർ അനുശോചനം നടത്തുന്ന ഏജൻസിക്കാരാണ്. അവരിവിടെ വെറുതെ ഇരിക്കുന്ന കണ്ട് ഞാൻ അവർക്കൊരു പണി കൊടുത്തതാ. ഇത് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാര് കളർഫുൾ ജാക്കറ്റൊക്കെ ഊരി മാറ്റി അതെ നമ്മൾ ആ പറഞ്ഞതാണ്. അങ്ങനെ അമ്മായി അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ വടക്ക് ദേശത്തെ ഒരു മുൻ പ്രമാണി ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അയാളെ മാമനെ പരിചയപ്പെടുത്താൻ നിൽക്കുന്ന സമയം അപ്പൊ അങ്ങോട്ടേക്ക് കയറി ഒരാൾ വരും. എല്ലാവരും അന്തം വിട്ട് നോക്കും, ഇതാരടാന്ന്. വിലാസഭ വസ്ത്രം അണിഞ്ഞ് അനിയനാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ പ്രമാണിയെ പരിചയപ്പെടുത്തുന്ന സമയം അനിയൻ തന്നെ അയാളുടെ എല്ലാ കാര്യവും പറയും. ഇത് കേട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും അത്ഭുതപ്പെടും. ഇന്നലെ രാത്രി മുഴുക്കെ ഇരുന്ന് പഠിച്ച കാര്യം അവനല്ലേ അറിയാവൂ. മാമൻ അടപടല ഇഞ്ചിയായി കട്ട കലിപ്പിലാണ്. അത് കഴിഞ്ഞ് ഹൈവേ വരുന്നതിനുള്ള സമ്മതപത്രം ഒപ്പിടുന്ന കാര്യങ്ങളൊക്കെ അനിയൻ സംസാരിക്കും. ഇവിടെ മാമനും കൂട്ടരും നിധി തപ്പുന്ന പണിയിലാണ്. കാരണം അവർ മാമന്റെ അടുത്ത് വന്ന് നീ ആളുകളെ സ്വീകരിക്കാൻ അവിടെ നിൽക്കേണ്ടതിന് ഇവിടെ വന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിന് മാമൻ പറയുന്നതാണ് കോമഡി, ഞാനിവിടെ പുല്ല് വെട്ടുക. കാരണം അവർ നോക്കുമ്പോൾ അവിടെ പുല്ലുമില്ല കാടുമില്ല, മൊത്തം ഒരു തരിശു ഭൂമി. അപ്പൊ മാമ അടുത്ത ഡയലോഗ് അടിക്കും, ഇപ്പൊ പുല്ലില്ല, പക്ഷെ പുല്ല് വേഗം വളരും, അത് മുൻകൂട്ടി അറിഞ്ഞാണ് ഞാൻ ഇപ്പൊ ഇവിടെ വെട്ടുന്നത്. ഇവന് മുഴുപ്രാന്താണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. പോലീസ് അപ്പൂപ്പനോട് പറയും പ്രഥമ പുത്രനായി നിങ്ങൾക്ക് മാമനെ ഇഷ്ടമായില്ലെങ്കിൽ അനിയനെ നോക്കിക്കൂടെ. അപ്പൂപ്പ അനിയനെ നോക്കുമ്പോൾ അവൻ പാട്ടൊക്കെ വെച്ച് ഡാൻസിങ് ആണ്. ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതല്ലാതെ വേറൊരു മാറ്റവും അവർക്കില്ല എന്ന് അപ്പൂപ്പൻ പറയും. മാമനും കൂട്ടരും അവിടെ ഇവിടെയൊക്കെ കുഴിച്ചു നോക്കുമ്പോൾ ഒരു പാത്രം കിട്ടും. അത് തുറന്നു നോക്കുമ്പോൾ കുറെ കളിപ്പാട്ടങ്ങൾ കാണും. അതും മാമൻ തന്നെ കുഞ്ഞിലെ അനിയന്റെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. എന്നിട്ട് അതിലെ ഒരു കുതിര എടുത്ത് പ്രസ് ചെയ്ത് കണ്ട ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഓടുന്ന നല്ല ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സാ മാമന്. അനിയൻ കാരണം അവരോട് അമ്മാവാ നമുക്ക് അക്കൊന്ന് അങ്ങോട്ട് ഇടിച്ചു കളഞ്ഞാലോ എന്നൊക്കെ അവരുടെ ഓരോ ശൈലിയിൽ സംസാരിക്കും. അമ്മാവ അത് കേൾക്കുമ്പോൾ തന്നെ അതൊന്നും പറ്റില്ല, പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയും. രണ്ടുപേരും ഇവിടെ വന്നത് തന്നെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. മാമൻ ഇവിടെ ഒരിടത്ത് തിളങ്ങുന്ന എന്തോ കാണും, അത് സ്വർണ്ണമാണെന്ന് മനസ്സിലാവും. അങ്ങനെ സന്തോഷത്തിൽ കിട്ടിയ സാധനങ്ങൾ നോക്കുന്ന സമയം ഒരു ധൂപക്കൽ കാണും. അതിനകത്തൊരു പഴയ ഫോൺ ഇരിപ്പുണ്ട്. അതെന്താന്ന് ഇപ്പൊ നമുക്കറിയില്ല. അടുത്ത സീനിൽ മാമനും കൂട്ടുകാരും എത്ര പങ്ക് ഓരോരുത്തർക്കും എന്നുള്ളതൊക്കെ സംസാരിച്ചു വരുന്ന സമയം ആ പ്രേതത്തെ പിടിക്കാൻ വന്ന സന്യാസി പൂർവികരുടെ ഫലകങ്ങൾ വെച്ചിരിക്കുന്ന റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന കാണും. മാമൻ അയാളെ വിളിച്ച് എന്തെടുക്കാൻ ചോദിക്കും. എനിക്കിവിടെ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം കിട്ടി, അങ്ങനെ നോക്കിയതാണെന്ന് അയാൾ പറയും. ഇത് കേട്ട് മാമൻ അത് നമ്മുടെ പൂർവികന്മാരാണ്, അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. മാമൻ ഇയാളെ നല്ല ഡൗട്ടുണ്ട്. മാമൻ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനങ്ങും ഇങ്ങും തൊടാതെ ഓരോ മറുപടി പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അടുത്ത സീനിൽ മാമൻ ആ ഫോൺ എടുത്ത് വെച്ച് പഴയ കാര്യങ്ങൾ ഓർക്കും. പണ്ടൊരു ചടങ്ങിൽ ഹീറോയുടെ അമ്മ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആർക്കും ആ ഭക്ഷണം ഇഷ്ടപ്പെടില്ല. എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തും. അമ്മ അവരോട് ക്ഷമ മാത്രം ചോദിച്ച് അകത്തേക്ക് പോകും. മാമൻ ഇതെല്ലാം കണ്ട അമ്മയുടെ അടുത്ത് നിന്ന് ഒരു ഫോൺ അമ്മയ്ക്ക് കൊടുത്ത് സ്പീഡ് ഡയൽ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. ഒന്നമർത്തി വിളിച്ചാൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ട, ദോശയും സാധനങ്ങളെല്ലാം ഇവിടെ വരും. രണ്ടമർത്തിയാൽ അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ കഴിയും. പിന്നെ ആ വയസ്സൻ തെണ്ടികളെ കാണിക്കില്ല, അവരെന്തെങ്കിലും ചെയ്യുമെന്ന് മാമൻ പറയും. എന്നിട്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിച്ച് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അവന്മാർക്ക് പ്രാന്താണ്, അമ്മ ഇതൊന്നും കാര്യാക്കണ്ടെന്ന് മാമൻ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കും. മാമന്റെ ചിരി കണ്ടില്ലേ, അതിന് കൊടുക്കണം ഒരു കുതിരപ്പവൻ. അന്ന് അമ്മയ്ക്ക് കൊടുത്ത ഫോണാണ് മാമൻ ഇപ്പൊ കിട്ടിയത്. മാമൻ ഫ്ലാഷ് ബാക്ക് ഓർത്ത് അവിടെ തന്നെ കിടന്നുറങ്ങും. അനിയൻ അങ്ങോട്ടേക്ക് വന്ന് ഹൈവേ വികസന സമ്മതപത്രം അലമാരയിൽ വെച്ചിട്ട് മാമനെ നോക്കുമ്പോൾ മാമൻ തല തറയിൽ മുട്ടിക്കാതെയാണ് ഉറങ്ങുന്നത്. ഇതെങ്ങനെയാണോ നിനക്ക് സാധിക്കുന്നതെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. സംഭവം മാമ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവൻ പോയി കഴിഞ്ഞ് അലമാര തുറക്കുമ്പോൾ ആ സമ്മതപത്രം മാമൻ കാണും. ഈ വഴിയിലൂടെ ഹൈവേ വന്നാൽ മാമന്റെ നിധി വേട്ടയ്ക്ക് അവൻ തടസ്സമാവുമെന്ന് മാമന് മനസ്സിലായി. അടുത്ത സീനിൽ മാമൻ കൂട്ടുകാരോട് ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പൊ കണ്ണാടി പറയും, നിങ്ങൾ ആദ്യം ആ തുണിയൊന്ന് മാറ്റാമോ, അത് കണ്ടിട്ട് തന്നെ ഇറിറ്റേഷൻ ആവുന്നു. എടാ പൊട്ടാ, ഇത് മാറ്റിയാൽ വയസ്സൻ തെണ്ടികൾ എന്നെ വിശ്വസിക്കില്ലെന്ന് മാമൻ പറയും. ആ സമയം അനിയൻ കയറി വന്ന് അവരെ ഒളിച്ചു നിന്ന് നോക്കും. അപ്പോഴാണ് മാമൻ പറയുന്നത്
അവൻ ഇവിടെ ഹൈവേ പണി തുടങ്ങിയാൽ എനിക്കിവിടെ കുഴിക്കാൻ പറ്റില്ല. ഇനി അഥവാ ഈ നിധിയുടെ കാര്യം അവൻ അറിയുവാണെങ്കിൽ ഒരു പ്രതിമ അവന് കൊടുക്കേണ്ടി വരും. തിന്നത് മതി, ഇനി വല്ല പണിയെടുക്കാൻ പോവാന്ന് പറഞ്ഞ് 300 അവിടെ എണീറ്റ് പോകും. അപ്പൊ അവിടെ സിഗരറ്റിന്റെ ഒരു സ്മെല്ല് വരും. അനിയൻ ഇത് എന്താടാന്ന് നോക്കുമ്പോൾ ഉണ്ട് കസിൻ പെണ്ണ് അവിടെ സിഗരറ്റും വലിച്ച് നിൽക്കുന്നു. ഇതാരോടും പറയലടാന്ന് അവള് പറയും. പറ്റില്ല, എനിക്കിത് മനസ്സിൽ വെച്ചിരിക്കാൻ പറ്റില്ല, ഞാൻ എല്ലാവരും പറയുന്നവൻ പറയും. ഞാൻ ഈ സിഗരറ്റ് വലി തുടങ്ങിയത് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ അനിയൻ ഒന്നും മിണ്ടില്ല, അവൻ അവളുടെ അവസ്ഥ മനസ്സിലാവും. അടുത്ത സീനിൽ അനിയൻ ഭയങ്കര ദേഷ്യത്തിൽ മാമനോട് വന്ന്, എടാ നാറി, എനിക്ക് നിന്നെ അന്നേ സംശയം ഉണ്ടായിരുന്നു, 10 ബില്യൺ നീ ഒറ്റയ്ക്ക് വിഴുങ്ങാന്ന് കരുതണ്ട. മാമൻ, എന്താടാ കുട്ടാ നീ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അനിയൻ അവന്റെ ഫോണിൽ മാമൻ പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാമനെ കേൾപ്പിക്കും. അത് കേട്ടിട്ട് മാമൻ ഒന്നും അറിയാത്ത പോലെ, അയ്യോ ഇതാരടാ ഈ സംസാരിക്കുന്നേ. അവസാനം കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ, നീ ഇതാരോടും പറയണ്ട, രഹസ്യമായി വെച്ചിരിക്കണം. നീ അവിടെ ഹൈവേ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ കുഴിക്കാൻ പറ്റില്ല. നിധി കിട്ടുവാണെങ്കിൽ നിനക്ക് അതിൽ നിന്ന് 10 മില്യൺ തരാം. എനിക്ക് നിന്റെ പൈസയും വേണ്ട, നിന്റെ കൂടെ എനിക്ക് നിൽക്കാനും പറ്റില്ല എന്ന് അനിയും പറയും. അച്ഛൻ സ്വത്തെല്ലാം നിനക്കാണ് തന്നത്, എന്റെ സ്വത്തും കൂടി. നിനക്കതിലൊരു കുറ്റബോധം ഇല്ലേ? നീ വിചാരിക്കുന്ന പോലെയല്ല, എന്നെ പ്രഥമ പുത്രനാക്കാൻ വേണ്ടിയാണ് അതെല്ലാം തന്നത്. എന്നാൽ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എനിക്ക് അനാഥനായി ജീവിക്കാനായിരുന്നു ആഗ്രഹം. അതിന് അനിയൻ, എനിക്ക് നിന്നെപ്പോലെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. എല്ലാം നീ കൊണ്ട് പോയില്ലടാ പന്നിത്തലയാ, പന്നി എന്നൊക്കെ വിളിച്ച് മാമന്റെ കയ്യിൽ ഇടിക്കും. നീ എന്നെ ഇടിച്ചല്ലടാ നാറിയെന്ന് പറഞ്ഞ് മാമൻ എണീക്കുമ്പോൾ അനിയൻ പേടിച്ച് പുറകിലോട്ട് നീങ്ങും. എന്തോ തട്ടി വീഴാൻ പോകും അവൻ. പോടാ പേടിത്തൊണ്ടാന്ന് പറഞ്ഞ് മാമൻ കളിയാക്കി ചിരിക്കുമ്പോൾ അവൻ അടിക്കാനല്ല പറ്റാത്തത്, അവൻ മാമന്റെ വായിൽ തുപ്പും. മാമൻ ഒരു നിമിഷം ഷോക്കായി പോകും. അത് കഴിഞ്ഞ്, എടാ നാറി, നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ. പിന്നെ രണ്ടും കൂടി ഭയങ്കര അടി. ആ സമയം അങ്ങോട്ടേക്ക് റോറ വന്ന് നിർത്താൻ പറയും. റോറ അവരോട്, എന്തായാലും 2 പ്രതിമകളുണ്ട്. അപ്പൊ അനിയൻ, നീയാണല്ലേ ഇവനോട് അത് പറഞ്ഞത്, എന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? അതിന് മാമൻ, എടാ പൊട്ട, അവക്ക് എപ്പോഴോ ബോധം വന്ന സമയത്താണ് എന്നോട് അത് പറഞ്ഞത്. ഇതെല്ലാം ഇവളുടെ കളിയാ, കിളവന്മാരെ സ്വാധീനിക്കാൻ പഴയ ചരിത്രം പഠിച്ചാൽ മതി എന്ന് ഇവളാ എന്നോട് പറഞ്ഞത്. നീ ശരിക്കും ആരാന്ന് ചോദിക്കും. ഞാൻ ഒരിക്കൽ ചൂൺബോയുടെ കൂടെയാണ് ജീവിച്ചിരുന്നെന്ന് അവള് പറയും. ഇത് കേട്ട് മാമൻ, ചൂൺബോ ആരടാ? എടാ പൊട്ട, നമ്മുടെ അച്ഛനാടാ. ശരിയാണല്ലോ, അച്ഛന്റെ പേര് അതായിരുന്നല്ലേ. അച്ഛനോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന് മാമൻ പറയും. ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. അനിയൻ ടെൻഷനായി, വെറുതെ ഓരോ അനാവശ്യം വിളിച്ചു പറയരുത്. മാമൻ അവനോട് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ്, അമ്മ മരിച്ചതിന് ശേഷമാണോ നീ വന്നത് എന്ന് മാമ അവളോട് ചോദിക്കും. നിനക്ക് വട്ടാണോ എന്ന് അനിയൻ മാമനോട്. മാമൻ അനിയനെ പിടിച്ച് തള്ളിയിടും. നീ എന്തിനാ എന്നെ മാറ്റി നിർത്തുന്നതെന്നും പറഞ്ഞ് രണ്ടും കൂടി വീണ്ടും അടിയാവും. റോറ അവരോട്, ഒന്ന് നിർത്തുന്നു പറഞ്ഞ് മുന്നിലേക്ക് വരുമ്പോ അവിടെ അവളുടെ കാല് തട്ടി അവൾ തെറിച്ചു വീഴും. രണ്ടും കൂടി പേടിച്ച് മാമൻ അവളുടെ കൈ തൊട്ട് നോക്കുമ്പോ, ഓ ചത്ത് എത്ത്. അനിയന് വീണ്ടും അനങ്ങാൻ വയ്യ.